വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളും ഒക്കെ നമ്മളെങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തല്ലേ? കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോ ഏഷ്യാനെറ്റിലെ ആൾക്കാർ തന്നെ വന്ന് പറഞ്ഞു. ഞാനിത് എപ്പോ പറഞ്ഞു? അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. മീൻസ് നമ്മള് കോണ്ടന്റ് ഒക്കെ ഞാൻ കണ്ടില്ല എപ്പിസോഡ്സ് ഒക്കെ, പക്ഷെ ഫുൾ ഇങ്ങനെ ഫയർ ആയിരുന്നെന്ന് പറഞ്ഞു. അത്രയ്ക്കൊന്നും ഇല്ല, നീ ചുമ്മാ ഓവറാക്കിയതാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ആര് പറഞ്ഞു? ആർജെ ബിൻസി ആയിരുന്നു തീ. ഇപ്പൊ കണ്ടില്ലേ കത്തി കേറുന്നത്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മറ ചേച്ചേന് അറിയാമോ? കത്തേണ്ട സമയത്ത് കത്തിക്കാതെ വെളിയിൽ പോയി തിരിച്ചു വന്ന് കത്തിച്ചിട്ട് കാര്യമുണ്ടോ? തിരിച്ചു വരവ് ശുഭലക്ഷണമാണ്. സന്തോഷം, അതാണ് റിയൽ ആഗ്രഹം. അതാണ് ഈ ഉറുമിസ്. എനിക്ക് തിരുത്തി പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഒരു കാര്യം മനസ്സാവാച അറിയാത്ത ഒരു അപ്പാനിന്റെ കേസിൽ ഞാൻ കുറെ കേട്ടതാണ്. എനിക്കറിയാം ഈ വക പുലിവാലുകളുണ്ടാവുന്നു. അതൊക്കെ തിരുത്തി പറയിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലൊക്കെ കയറി നിറങ്ങണേ. സന്തോഷമുള്ളൂ, ഇപ്പൊ ഏറിലല്ലേ. ചങ്കി കുത്തം തമാശ പറയില്ലേ കുബാജി? ഞാൻ ഇന്ന് നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല, ഇനി എപ്പോഴാ താഴെ ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. വിഷ് യു ഹാപ്പി ജേർണി. അവസാനം അനുമോളോട് അത്രയും പറയേണ്ടിയില്ലായിരുന്നു തോന്നിയോ? അനുമോൾ ഒറ്റ ഒരാള് കാരണമാണ്. അയ്യോ നിനക്ക് എന്താണ്? വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്കും ഒപ്പാനിക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറ്റവും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്തിനാന്ന് എനിക്കറിയാം. സോ അകത്ത് ചെന്ന് അനുവിന്റെ സംസാരിച്ചപ്പോ അനുവതി ക്ലിയർ ചെയ്തു. ഞാൻ കാര്യങ്ങൾ അവസരോചിതമായി ഡീൽ ചെയ്തുകൊണ്ട് ഒക്കെ സ്മൂത്ത് ആയി പോയി. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. വോട്ടായി മാറിയില്ലേ? അയ്യോ, അത് തോന്നൽ മാത്രം. അനുവിനെ ജയിപ്പിച്ചത് വിനുവായിരിക്കും. അതാരാടിയാ പറഞ്ഞേ? ഒരൊറ്റക്ക് എണ്ണുകണ്ടല്ലോ അതിന്റെ മൂക്കു തീർച്ചു പോകും. അപ്പൊ എന്നെ പോലെ ഫെയിം അല്ലാത്ത ഒരാളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ PR നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. കയ്യില് കാശും തൃശൂക്കാരന്റെ ബുദ്ധിയും കിട്ടിയ ലോകത്തിലെ ആരെയും പക്ഷെ നല്ലപോലെ യൂസ് ചെയ്യണം. അനുവിന്റെ PR കുറെ നെഗറ്റീവ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കയ്യിൽ 10 കാശ് വന്നു കഴിയുമ്പോഴേ ചിലർക്ക് അങ്ങനെയാ. അതെ, സ്വന്തം അച്ഛനെ പറഞ്ഞ ഏത് മോളാണെങ്കിലും റിയാക്ട് ചെയ്യും. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇയാള് റിയാക്ട് ചെയ്യത്തില്ലേ ഒരു അച്ഛന്റെ തൊഴിലിനെ പറഞ്ഞു കഴിഞ്ഞാൽ? എന്തോരം വിഷമാവും. ഒരു പ്രാവശ്യമല്ല, 1, 2, 3 പ്രാവശ്യം ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന പ്ലാറ്റ്ഫോമില് എന്റെ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീ തെറ്റിക്കുന്നത്? എന്റെ ചാച്ചൻ ഓട്ടോക്കാരനാണ്, ഞാൻ ഓട്ടോയിലാണ് വരുന്നതെന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഓട്ടോക്കാരെയും അത് ബാധിക്കുന്ന കാര്യമാണ്. എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കിട്ട് കയറുകയും ചെയ്യാം. എത്ര സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ അച്ഛന്മാര്. എവള് സ്ഥിര സീരിയല് കാണുന്നുണ്ട്. എന്നിട്ട് ഇവിടെയൊക്കെ വരെ നമ്മൾ എത്തി നിൽക്കുന്നില്ലേ? സോ അതിന്റെ ഒരു വിഷമത്തിന് ഞാൻ പറഞ്ഞു പോയതാണ്. അതിനിപ്പോ എന്താണ് ഞാൻ തലയും കുത്തി വെക്കണ? ഇവിടെ ആരാ മര്യാദ കാണിച്ചെന്ന് അറിയാലോ. എന്നിട്ട് എന്നോട് മര്യാദ കാണിക്കാൻ പറ്റും. അത് കഴിഞ്ഞ മസ്താനക്ക് തിരിച്ചു പറയാൻ ഒന്നുമില്ല. കാരണം മസ്താന്റെ ഭാഗത്ത് തെറ്റാണ്. ആ വീട്ടിലിരുന്ന് എല്ലാവരും കൈയടിച്ചു. അത് പറഞ്ഞപ്പോ എന്തായിരുന്നു കയ്യടി? ആളുകളും കൂവായിരുന്നു. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്, ബോൾട്ട്. അപ്പോ ഞാൻ